എല്ലാ വർഷവും ഈ നോയമ്പുകാലം വരുമ്പോൾ എന്തോ ഒരു രോമാഞ്ചമാണ്. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും അതിൽ നിന്ന് ഉന്മേഷവും ഉണർവും തീഷ്ണതയും ഏറിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാനുമുള്ള ഒരു വലിയ സംരംഭം ഈ നോയമ്പുകാലത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ വർഷം പ്രത്യേകമായിട്ട് ഞാൻ ധ്യാനിക്കുവാനായിട്ട് എടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ്. കൂടാതെ വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ 3-ാമത്തെ അധ്യായം, എൻ്റെ നാവിൻ്റെ ഉപയോഗം, അതുപോലെ പൗലോസ് ശ്ലീഹായുടെ കൊറിന്ത്യസ്കാർക്ക് എഴുതിയിട്ടുള്ള 1-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായം, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നോയമ്പ് കാലത്തേക്ക് ഒത്തിരി ധ്യാനിക്കാനും അതുപോലെ എന്നെ തന്നെ ഒത്തിരി ഈശോയോട് അടുക്കുവാനും ഉള്ള ഒരു വലിയ അവസരമായിട്ട് ഞാൻ കരുതുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പലപ്പോഴും എൻ്റെ ചിന്തകൾ മറ്റുള്ളവർ ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ചെയ്യണമെന്നുള്ള ഒരു വാശി മറ്റും മാറ്റുവാനായിട്ട് ഇടയായത്. ഇന്ന് തന്നെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് ഈശോ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം എത്രയോ പ്രാവശ്യമാണ് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൂട്ടുന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഈ പുതിയ വിവർത്തനത്തിൽ, ട്രാൻസ്ലേഷനിൽ ഞാൻ ക്ഷമിക്കുന്നത് പോലെ തന്നെ അങ്ങ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും ബൈബിളിലെ ഒരു വലിയ ഭാഗം തന്നെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. പണ്ട് ഹില്ലേൽ റബ്ബിയോട് ഒരാൾ ചോദിച്ചു, പഴയ നിയമം മുഴുവനും ഒരല്പനേരം കൊണ്ട് എനിക്ക് വിവരിച്ചു തരാമോ? ഹില്ലേൽ പറഞ്ഞു, താങ്കളോട് ചെയ്യുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ താങ്കളും മറ്റുള്ളവരോട് ചെയ്യുക. ഇതെല്ലാം ഒത്തിരി ധ്യാനങ്ങളിൽ കേട്ടിട്ടുള്ളതാണെങ്കിലും വ്യക്തിപരമായിട്ട് അതേപ്പറ്റി ധ്യാനിക്കാനും ചില നല്ല പ്രതിജ്ഞകൾ എടുക്കാനും അതുപോലെ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കുവാനുമുള്ള വലിയ ഒരു വഴികാട്ടിയായിട്ട് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നോർമലായിട്ടുള്ള ജീവിതം നയിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങൾ സഞ്ചരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് സമൂഹത്തിൽ ഒരു നോർമലായിട്ടുള്ള ജീവിതം. അതായത് എൻ്റെ ഈശോയുടെ മുഖം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനിൽ കാണുന്നതിനും ആ ദൈവത്തിൻ്റെ ഛായ മനുഷ്യരുടെ മുഖത്ത് കാണുന്നതിനും ഒക്കെയുള്ള ഒരു വലിയ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഈശോയോട് അടുക്കുവാനും ഈശോയുടെ ജനമായ ദൈവജനത്തോട് അടുക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. ഈ നോയമ്പ് കാലത്തിൻ്റെ ബാക്കിയുള്ള സമയവും അതുപോലെ തന്നെ അടുത്തു വരുന്ന നമ്മളുടെ ഈശോയുടെ ഏറ്റവും രഹസ്യാത്മകമായിട്ടുള്ള ജീവിതവും അതിൻ്റെ ആഘോഷങ്ങളും എല്ലാവർക്കും അതിലേക്ക് മംഗളങ്ങളും പ്രാർത്ഥനയും അതുപോലെ തന്നെ ഓരോ ദിവസവും ഈശോയുടെ പേരെടുത്തുകൊണ്ട് എൻ്റെ ഈശോയെ എൻ്റെ കൂടെ വസിക്കണമേ, എക്കാലവും വസിക്കണമേ, എല്ലാ നിമിഷവും വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രചോദനവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.